എറണാകുളം കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടത്ത് കാട്ടാനകൾ നാട്ടിലിറങ്ങി. കാട്ടാനകളെ തുരത്തുന്നതിന് ഇടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തു. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഈ കാട്ടാന ഇപ്പോൾ നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ പാഞ്ഞെടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ആനക്കൂട്ടത്തെ തിരികെ കാട് കയറ്റാൻ പറ്റിയോ? ഇപ്പോൾ എന്താണ് സാഹചര്യം? മനോദ്, ഈ കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗം ജനവാസ മേഖല, വനത്തോട് ചേർന്ന ഒരു ജനവാസ മേഖലയാണ്. അവിടെ സ്ഥിരമായി പതിവായി കാട്ടാനകൾ വരുന്ന സ്ഥലമാണ്. അത് പക്ഷെ ഫെൻസിംഗ് ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ. വനം വകുപ്പ് സ്ഥാപിച്ച ഫെൻസിങ് ഈ അടുത്തിടെ അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചു മാറ്റി. അങ്ങനെ അത് തൽക്കാലം ഇപ്പോൾ ഫെൻസിങ് ഇല്ല. അങ്ങനെയാണ് ഈ 6 ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടം, 2 കൊമ്പനും ഒരു കുട്ടിയാനയും ഉൾപ്പെടെ 6 ആനകൾ അടങ്ങുന്ന ഒരു കാട്ടാനക്കൂട്ടമാണ് ജനവാസ മേഖലയിലേക്ക് വന്നത്. സ്വാഭാവികമായും കൃഷി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ കർഷകരും പ്രദേശവാസികളെല്ലാം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചു. അവര് ഈ കാട്ടാനകളെ തുരത്താനു വേണ്ടി വനപാലകർ സ്ഥലത്തെത്തി. അപ്പൊ വനപാലകർ ഇങ്ങനെ തുരത്തുന്നതിനിടെ അതിലൊരു കൊമ്പൻ തിരികെ ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അവർ തിരികെ ഓടി. പക്ഷെ അധികം ഓടിച്ചില്ല. തിരികെ വീണ്ടും ആന ആ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഒറ്റയാൻ ചേർന്നു. അതിനുശേഷം അവർ വനമേഖലയിലേക്ക് കടന്നു പോവുകയും ചെയ്തു. പക്ഷെ ഇനിയും വരും. ഇപ്പൊ അവരെ വനമേഖലയിലേക്ക് തുരത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും വരും. കാരണം ഈ ഫെൻസിങ് അവിടെ പുനഃസ്ഥാപിക്കുന്നത് വരെ പ്രതിസന്ധി ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഭാഗ്യവശാൽ ആർക്കും പരിക്കോ അങ്ങനെയൊന്നുമില്ല. ഒരു ആന തിരിച്ച് ശാന്തനായി ആ സംഘത്തോടൊപ്പം ചേർന്ന് കാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ അറ്റകുറ്റപ്പണിക്ക് അഴിച്ചുമാറ്റിയ ഫെൻസിംഗ് പുനഃസ്ഥാപിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ വനവകുപ്പ്? അത് വൈകാതെ ഉണ്ടാകും എന്നാണ് വനപാലകർ അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സംഭവത്തിന് ശേഷം വനപാലകരെ ബന്ധപ്പെട്ടിരുന്നു. അത് അറ്റകുറ്റപ്പണികൾക്കായി കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ടീമിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഇത്ര ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി സ്ഥാപിക്കണമെന്ന് അവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുവരെ അവിടെ വനപാലകരുടെ സാന്നിധ്യം ഉണ്ടാകും. ആളുകൾ സുരക്ഷിതമായിരിക്കുമെന്ന് വനപാലകർ ഉറപ്പ് നൽകുന്നുമുണ്ട്. ശരി ശരി. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങി. അത് തുരത്താൻ ചെന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ആനക്കൂട്ടം പാഞ്ഞെടുക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഭാഗ്യവശാൽ ആർക്കും അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ആനയെ കാട്ടിലേക്ക് തുരത്താൻ പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഫെൻസിങ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അഴിച്ചു മാറ്റിയ സാഹചര്യത്തിലാണ് കാട്ടാനക്കൂട്ടം നാട്ടിലേക്ക് ഇറങ്ങിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വേഗത്തിൽ ആ ഫെൻസിങ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളാണ് സാലി നൽകിയത്.